सुहृदगण, फिशरमैन का हित भी एनडीए की प्राथमिकता है। पीएम मत्स्य संपदा स्कीम के तहत केरला को 1400 करोड़ रुपए की मदद मिली है। ये बीजेपी की केंद्र सरकार ही है जिसने फिशरीज के लिए अलग मंत्रालय बनाया है। पहली बार फिशरमैन के लिए भी किसान क्रेडिट कार्ड का बेनिफिट दिया है। हमने फिशरमैन के लिए 5 लाख तक के इंश्योरेंस की सुरक्षा भी दी है। डीप सी फिशिंग के लिए नावों के आधुनिकीकरण के लिए മദത് दी है. സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമമെന്നുള്ളത് എൻഡിഎയുടെ പ്രഥമ പരിഗണനയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന വഴി കേരളത്തിന് 14,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. മത്സ്യബന്ധനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. രാജ്യത്താദ്യമായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ടുകളുടെ നവീകരണത്തിനും കേന്ദ്ര സർക്കാർ ഇന്ന് സഹായം നൽകുന്നുണ്ട്. एनडीए सुहृदगण, केरला को विकसित बनाने में हमारी युवा शक्ति की बहुत बड़ी भूमिका है, लेकिन कांग्रेस ने यहां की युवा शक्ति के साथ हमेशा धोखा किया। एनडीए के पास केरला के यूथ के लिए रोजगार के अवसर बनाने का रोडमैप है। आज पूरी दुनिया आत्मनिर्भर भारत अभियान में अपने लिए अवसर देख रही है। इसलिए गल्फ हो, यूरोप हो, दुनिया के अनेक देशों के साथ भारत बड़े समझौते कर रहा है। इन समझौतों का बहुत अधिक लाभ केरल को मिल सकता है, लेकिन इसके लिए यहां बीजेपी की डबल इंजन सरकार होना बहुत जरूरी है. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ കേരളത്തെ മാറി മാറി ഭരിച്ച 2 മുന്നണികളും കേരളത്തിലെ യുവാക്കളോട് വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി എൻഡിഎയുടെ പക്കലുണ്ട്. ഭാരതം നടപ്പാക്കിയ ആത്മനിർഭർ പദ്ധതിയിൽ അവസരം കിട്ടുമോ എന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി, അത് മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളാകട്ടെ, യൂറോപ്പ് ആകട്ടെ, അവരുമായൊക്കെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഭാരതം ഇന്ന് വലിയ വലിയ കരാറുകളിൽ ഒപ്പിടുകയാണ്. ഈ കരാറുകളുടെ ഒക്കെ ഗുണം കേരളത്തിനും കിട്ടേണ്ടതാണ്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ കേരളത്തിലും ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. सुहृदगण, आधुनिक इंफ्रास्ट्रक्चर का निर्माण रोजगार का बहुत बड़ा माध्यम है. एलडीए हो या फिर कांग्रेस, ये इंफ्रास्ट्रक्चर नहीं बनाते. ये सिर्फ बड़े बड़े घोटाले करते हैं. लेकिन बीजेपी इंफ्रास्ट्रक्चर निर्माण से रोजगार निर्माण के विजन पर काम करती है. बीजेपी सरकार के प्रयासों के वजह से ही आज पूरे केरला में के रेल नेटवर्क का इलेक्ट्रिफिकेशन हो चुका है. आज यहां 3 वंदे भारत ट्रेनें चल रही है. थोड़ी देर पहले ही अनेक नई अमृत भारत एक्सप्रेस ट्रेनें भी शुरू की गई है. സുഹൃത്തുക്കളെ, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് തൊഴിൽ കിട്ടുന്നതിന് വലിയ ഘടകമാണ്. പക്ഷേ ഇടതാകട്ടെ വലതാകട്ടെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നതിൽ ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ല. പകരം വലിയ വലിയ അഴിമതികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിലൂടെ
ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നയം കാരണം ഇന്ന് കേരളത്തിലെ എല്ലാ റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 3 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ കൂടി ഓടുന്നുണ്ട്. അല്പസമയം മുൻപ് നിരവധി അമൃത ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ കൂടി ഓടുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. एनडीए शुरू गए इंफ्रास्ट्रक्चर से केरला में व्यापार और रोजगार कैसे बढ़ेगा, इसका एक बड़ा उदाहरण विजिंजम पोर्ट है. जब मुझे इस पोर्ट का लोकार्पण करने का अवसर मिला, उसके 6 मंथ्स में ही 6 महीने में ही करीब 150 वेसल्स और 3 लाख कंटेनर्स को इस पोर्ट पर हैंडल किया गया है. यानी ज्यादा लोगों को रोजगार मिला है और केरला की ट्रेड कैपेसिटी को भी मजबूती मिली है. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തിന്റെ തൊഴിൽ മേഖല എങ്ങനെ വളരും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എനിക്കാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. രാഷ്ട്രത്തിന് വിഴിഞ്ഞം സമർപ്പിച്ചത് 6 മാസത്തിന് ശേഷം വിഴിഞ്ഞത്ത് 150ഓളം വലിയ കപ്പലുകൾ, മദർ ഷിപ്പുകളും 3 ലക്ഷം കണ്ടെയ്നറുകളുമാണ് വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യപ്പെട്ടത്. കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നതോടെ കേരളത്തിന്റെ വ്യാപാര രംഗത്തിന് വലിയ കരുത്തുണ്ടാകും.